ഹായ്, എസ്.എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് പൊതുവെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും പരസ്പരം അട്രാക്ഷൻ തോന്നണം എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഉള്ള അട്രാക്ഷൻ പോലും കുറയ്ക്കാനായിട്ടും കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊരാളെ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അയാളോട് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നും, ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ അവരുടെ ചില സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളൊക്കെ കാണുന്ന സമയത്ത് അത് അങ്ങോട്ട് തനിയെ ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ള ആ ഒരു അട്രാക്ഷൻ ഇല്ലാതാക്കുന്ന പുരുഷന്മാരുടെ ചില സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക. അതേപോലെ തന്നെ ഇതിലേതെങ്കിലുമൊക്കെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിക്കുന്നതാവും കുറച്ചുകൂടി നന്നായിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ തീരെ നീറ്റ് അല്ലാതിരുന്നാൽ അത് സ്ത്രീകൾക്ക് ഒരിക്കലും ഇഷ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നല്ല നീറ്റ് അല്ലാണ്ട് ഡ്രസ്സ് ധരിക്കുക. നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കാര്യം തന്നെ എടുക്കാം. നിങ്ങൾ വാഷ് ചെയ്യാത്ത ഡ്രസ്സ് യൂസ് ചെയ്യുന്നത്, നല്ല ചുളിഞ്ഞിട്ടുള്ള കുറച്ച് കീറിയിട്ടുള്ള ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് അട്രാക്ഷൻ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. എന്നേരം ഇത് വളരെ മോശമാണെന്നൊന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ അയൺ ചെയ്തിട്ട് തന്നെ ഇടണം, കീറിയ ഡ്രസ്സ് ഇടാൻ പാടില്ല, അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ അട്രാക്ഷൻ കുറയ്ക്കാൻ കാരണമായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെ ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ്. അതായത് നീറ്റ് അല്ലാതെ ധരിക്കുക എന്നുള്ളത് നമുക്ക് പറയാം. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഡ്രസ്സ് അലക്കാതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സ്മെല്ലുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ വേർപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുമ്പോൾ ഒന്ന് സംസാരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് നമുക്ക് വല്ലാതെ വരും എന്നുള്ളത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്മെല്ല് ഒരാൾ നമ്മളെ ഓർമ്മിച്ചിരിക്കുന്നതിലൊക്കെ കാരണം ഉണ്ടാക്കുന്ന, നമ്മളെ മിസ് ചെയ്യാനായിട്ടൊക്കെ കാരണമാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്മെല്ലാണ്. അപ്പോൾ എപ്പോഴും ഒരു ഗുഡ് സ്മെല്ലാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വാഷ് ചെയ്യാത്ത ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിൽ നിന്ന് സ്മെല്ല് എന്തായാലും വരും. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്മെല്ല് വരുമ്പോൾ ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നീറ്റ് അല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു അട്രാക്ഷൻ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, മോശമായിട്ടൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചിലരെന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യത്തിലൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. എപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരുന്ന ആളുകളായിരിക്കും. എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ചൂടാവുന്ന ആളുകളുണ്ടായിരിക്കും. മോശം വേർഡ്സ് യൂസ് ചെയ്തിട്ട് സംസാരിക്കുന്നവരുണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ തന്നെ, ഒരു പ്രണയ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് മോശം വേർഡ്സ് യൂസ് ചെയ്ത് സംസാരിക്കുക. അപ്പം അങ്ങനെയൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേഡീസിന് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വല്ലാണ്ട് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ലേഡീസിനെ സംബന്ധിച്ച് അവർ വലിയ രീതിയിൽ, തീരെ പറയാത്ത ആളുകളാണെന്നല്ല എങ്കിലും വലിയ രീതിയിൽ, പുരുഷന്മാരെ സംബന്ധിച്ച് അത്രത്തോളം മോശം വേർഡ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ ആവില്ല ചിലപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന സമയത്ത് അവർക്കത് ഓക്കെ ആവണമെന്നില്ല. ചിലർക്കൊക്കെ, എല്ലാവരും ഒന്നും പറയുന്നില്ല കേട്ടോ, ചിലരൊന്നും ഇത്തരത്തിലുള്ള വേർഡ്സോ അല്ലെങ്കിൽ മോശമായി സംസാരിക്കുന്ന ആളുകളാവില്ല. എന്നാൽ അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഇങ്ങനെ അധികം സംസാരിക്കാത്ത, ഇങ്ങനെ അധികം മോശം വേർഡ്സ് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരോട് അത്ര സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ മോശം വേർഡ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ അട്രാക്ഷൻ ഇല്ലാതാക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫ്ലേർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് മെസ്സേജ് അയക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, പറ്റിക്കുന്ന, ഇങ്ങനെയുള്ള പുരുഷന്മാരോടൊന്നും സ്ത്രീകൾക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ചിലർ അങ്ങനെയാണ്, ഫ്ലേർട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ടായിരിക്കും. പക്ഷെ ലേഡീസിന് അങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ല. അതേപോലെ തന്നെയാണ് ചിലർ ഫേക്ക് അക്കൗണ്ട് ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുക. പിന്നെ കുറെ കഴിയുമ്പോഴേക്കും അറിയണ്ടാവുക ഇത് ആ ഒരാളാണെന്നുള്ളത്. അപ്പോൾ പോയില്ലേ, കയ്യിലുള്ള സകലമായ ഇഷ്ടങ്ങളും അങ്ങോട്ട് അതായത് നമുക്ക് ആളെക്കുറിച്ച് ഒരു ചെറിയ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ പറ്റിക്കുന്നതൊന്നും സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പുരുഷന്മാർക്ക് അങ്ങനെ തന്നെയല്ലേ. വേറൊരാളിപ്പോൾ ഏതെങ്കിലും ഒരു സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തന്നെ എടുക്കാം, ഇങ്ങനെ പറ്റിക്കുകയാണ്, വേറെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കുകയാണ്, വേറൊരു പെണ്ണാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് തിരിച്ചും അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ പറ്റിക്കുന്ന സ്വഭാവങ്ങളൊന്നും തന്നെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാം. തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, മൂക്കിൽ വിരലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക, അതേപോലെ തന്നെ നഖം കടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. ടവലൊന്നും യൂസ് ചെയ്യാതെ തുമ്മുക, ഇങ്ങനെ ചെയ്യുന്നതൊന്നും സ്ത്രീകൾക്ക് കാണുമ്പോൾ അവർക്കത് വലിയ ഇഷ്ടപ്പെടണം എന്നില്ല. എന്ന് കരുതി ഇത് ആരും ചെയ്യാത്ത കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും വേറൊരാൾ നിൽക്കുന്ന സമയത്ത് അവർക്കത് ഇഷ്ടമാവണം എന്നില്ല. അവരുടെ മുമ്പിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പൊതുവെ എല്ലാവരുടെയും ചിന്ത എന്ന് പറയുമ്പോൾ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ കുറച്ച് നീറ്റായിട്ടുള്ള ആളുകളാണ്, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ചിന്തിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് വൃത്തിയില്ല എന്നൊരു കാര്യത്തെയാണ് കാണിക്കുന്നതായിട്ട് എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ കാണുന്നവർ വിചാരിക്കും നിങ്ങൾക്ക് തീരെ നീറ്റില്ല എന്നുള്ള കാര്യമായിരിക്കും. അങ്ങനെയാകുമ്പോൾ അവർക്കത് ഇഷ്ടക്കുറവ് തന്നെയാണ് ഉണ്ടാക്കുക. ഒരിക്കലും കൂടുതലാവില്ല, ഇഷ്ടക്കുറവേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണിക്കാതിരിക്കുക. അത് നിങ്ങളുടെ അട്രാക്ഷൻ കുറയ്ക്കും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ 4 കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ 4 കാര്യങ്ങളിലും നിങ്ങൾക്ക് മിസ്റ്റേക്കാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ശരിക്കും നിങ്ങളുടെ അട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷെ ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ ചെയ്യണ്ടാവുക. കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അത് നിങ്ങളൊന്ന് തിരുത്തിയാൽ മതി, ഓക്കെ ആയിക്കോളും. അപ്പോൾ ഇന്ന് കരുതി ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാവണമെന്നൊന്നും ഒരിക്കലും പറയില്ല. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളൊന്നും ആരും ഉണ്ടായിരിക്കില്ല. എങ്കിലും കുറച്ചൊക്കെ നല്ല നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. നമ്മളെപ്പോഴും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ കാണാനല്ലേ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങളുടെ അട്രാക്ഷൻ അപ്പോൾ കുറഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളായിട്ട് തന്നെ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്